ഒരുപാട് ആളുകൾ കൂടിയിരിക്കുമ്പോൾ ഒരാളുടെ കാല് മരവിച്ചു പോയി. നമ്മുടെ കാലം തരിക്കുക മരവിക്കുക എന്നൊക്കെ പറയുന്നില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായുടെ സമീപസ്ഥമിരിക്കുന്ന ഒരു മനുഷ്യന്റെ കാല് തരിച്ചുപോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ സ്മരിക്കുക, ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേര് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ ഹബീബിന്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ വരവിപ്പ് ഉടനെ തന്നെ നീങ്ങി. ഹദീസിൽ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നു. ഞാൻ കൂടുതൽ ലംഘിപ്പിക്കുന്നില്ല ഈ വിഷയം. ഒറ്റ കാര്യം കൂടി പറയട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആലയെ കുറിച്ച് മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലയുടെ ജീവിതം അറിയണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം അറിയണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരിക്കലും ഒരു പരാതി മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹി ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറ. പ്രവാചകരെ, ഞാൻ അങ്ങയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നുണ്ട്. ഫഅൻസാഹു, പക്ഷെ മറന്നു പോവുകയാണ്, എനിക്കത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഫഅജിബു അല്ലാ ഫഉജിബു അല്ലാ അൻസ, മറക്കാതിരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന വിഷയങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞതെന്താ? ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുണ്ടിങ്ങോട്ട് വിരിക്കുക. ഒരു ചികിത്സയാണത്. നിങ്ങൾ നിങ്ങളുടെ മുണ്ട് വിരിക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ട മുണ്ട് വിരിച്ചു. ആ സന്ദർഭത്തിൽ ഹദീസിൽ കൃത്യമായി പറയുന്നു.